ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസൺ തുടങ്ങാൻ പോവാണല്ലേ. ഒരുപാട് ചക്ക നമ്മളുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ അത് എടുക്കാറില്ല. താഴെ വീണൊക്കെ നശിച്ചു പോകാറോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാറോ ചെയ്യുന്നത്. ഇനി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി സൂക്ഷിച്ച് നോക്കിയേ. ആദ്യം തന്നെ നമ്മൾ ചക്കയുടെ ചുളയായിട്ട് നമ്മൾ എടുത്ത് വെക്കുക. അത് നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. അതിന് ഞാൻ ഒരു 1/2 കിലോയിൽ കൂടുതൽ ശർക്കര എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ നേരം. മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതുപോലെ ഒന്ന് അരിപ്പയിൽ അരിച്ച് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി അതൊന്ന് പാനിയായി വരുമ്പോൾ മാത്രമാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അത് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കുറുകട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരല്പം കൂടെ ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറുകി കിട്ടും. കാര്യം ഞാൻ അധികം വെള്ളം ചേർക്കാതെ ഒന്ന് മെൽറ്റാക്കിയതാണ്. ഈ ഒരു പരുവ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം കിട്ടും. അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ടാവും. കുറച്ചും കൂടെ തിളച്ച് കുറുകട്ടെ എന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ആ ടൈമിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ തിളച്ച് കുറുകട്ടെ. ഇനി 1 സ്പൂൺ നെയ്യ്, നമ്മളുടെ ശുദ്ധമായ വീട്ടിലുണ്ടാക്കിയ നെയ്യാണത്. അത് 1/2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാര്യം അത് നമ്മുടെ ഈ ശർക്കരയും അതുപോലെ തന്നെ നമ്മൾ ചക്ക ഇടുമ്പോൾ ആ ഒരു പാനിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സ്മൂത്തായിട്ടും കിട്ടും. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ്, നമ്മുടെ ചക്കയുടെ ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കുക. കുറച്ച് നേരം നമുക്ക് നന്നായിട്ടൊന്ന് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാര്യം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് കളറ് മങ്ങി മറ്റേ മഞ്ഞ കളറായിരുന്നു. ഇപ്പം നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കുറുകിയിരിക്കുന്ന ആ ഒരു പരുവാണ്. കണ്ടില്ല, അതിൻ്റെ വെള്ളം, ആ ജലാംശം ഫുള്ള് പറ്റിയിട്ടുണ്ട്. നമുക്കിത് കറക്റ്റായിട്ട് കിട്ടി. ജലാംശം ഫുള്ള് മാറ്റി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത സാധനമാണ്. അത് ആറിക്കഴിഞ്ഞ് ചെറു ചൂടായിട്ടുള്ളൂ. അത് ഇതുപോലത്തെ ഒരു കുപ്പിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ ആവശ്യാനുസരണം അട ഉണ്ടാക്കാനോ പായസം ഉണ്ടാക്കാനോ കുറേശ്ശെയായിട്ട് നമുക്ക് എപ്പോൾ വേണേലും ഇതെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2 വർഷം അതിലേറെ നമുക്കിത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം. നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ പോകുന്നവർക്ക് ചക്കയുടെ എന്തെങ്കിലും ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.